ഇന്നിപ്പോ നമ്മള് പ്രൊമോഷനായിട്ട് ഇവിടെ വന്ന സമയത്ത് ഞാൻ നേരത്തെ വരുമ്പോ ബാക്കി എല്ലാവരും എത്തുന്നതിന് മുൻപ് തന്നെ റെഡി ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെയാണോ എപ്പോഴും? നേരത്തെ റെഡി? ഇത് ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഡയറക്ടർ പറയും. ഹരിയേട്ടനോട് ചോദിക്കുകയാണ്, ഈ 5:45 വന്നപ്പോൾ ഹരിയേട്ട അവിടെ ആരാണ് ഉണ്ടാവാറുള്ളത്? ഹരിയേട്ടനോട് ചോദിക്കാം. ഞാൻ 5:45 വരും. ഇതിലത്തെ ആരുമില്ല, പുള്ളിക്കാരൻ നമ്മുടെ നിരഞ്ജൻ മാത്രം നമ്മുടെ ലൊക്കേഷനിൽ 5 മണിയാകുമ്പോൾ പാലം കൊണ്ട് വന്നാലും 7 മണിയാകുമ്പോൾ പൊങ്ങി വരുന്ന സാധനം അത് അവിടെ വന്നിരുന്നിട്ട് നിരഞ്ജൻ വേറെ വൈബാണ്. ഇവരുടെ അടുത്തേക്കൊന്നും പെട്ടെന്ന് കൂട്ടുകൂടാനോ ഒന്നുമില്ല. അത് ആ കഥാപാത്രം ഉൾക്കൊണ്ട് സാംശീകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നറിയില്ല. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ബേസിക്കലി ഒരു ഇൻട്രോവേർഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ ഒത്തിരി ഇത് ചെയ്യാം. പക്ഷേ എനിക്ക് എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ട് സോൺ ഞാൻ നല്ല കൂട്ടാം. മിക്കവാറുള്ളവർക്ക് അറിയാം. അല്ല, സുരേന്ദ്രനുമായിട്ട് നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ കുറച്ചെങ്കിലും ഒരു നല്ല ഇതുണ്ടായിരുന്ന ഗൗതമും ഞാൻ കൂടെ നല്ല കൂട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇത് ഇപ്പൊ നമ്മള് നിരഞ്ജൻ ചേട്ടന്റെ കാര്യം പറഞ്ഞല്ലോ. നിരഞ്ജൻ ചേട്ടന്റെ കാര്യം പറയുമ്പോൾ നിരഞ്ജൻ ചേട്ടന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധനം ഇവർക്ക് ആർക്കും അല്ല ശരിക്കും പറയാനുള്ളത്. ഞാൻ ഒളിഞ്ഞു നിന്ന് കണ്ടതാണ്. അത് സനോറ ശരിക്കും അനുഭവിച്ചിട്ടുള്ള ആള്. രാവിലെ ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ഡയറക്ടർ പറയുമല്ലോ, രാവിലെ 7 മണിക്ക് ഷൂട്ട് തുടങ്ങണം, എല്ലാവരും 6:30 ആകുമ്പോഴേക്കും എത്തി മേക്കപ്പ് ഇട്ട് റെഡി ആയിട്ടിരിക്കുക പറയും. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഇങ്ങനെ ഒരു 3-4 വീടുകളും അപ്പാർട്ട്മെൻറ്റുകളൊക്കെ എടുത്തിട്ട് അങ്ങനെ എല്ലാ ഇതിലുമായിട്ടാണ് താമസിക്കുക. അപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ്, സനോർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ചില സമയത്ത് വെള്ളത്തിൻ്റെ പ്രശ്നം വരും, ഷോർട്ടേജ് വരും. ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ വെളുപ്പാൻ കാലത്ത് സനോർ ആദ്യം എന്നെ വിളിക്കും, ഗൗതമ്മേ മച്ചാനെ വെള്ളം കഴിഞ്ഞടാന്ന്. അപ്പോൾ ഞാൻ പറയും, ഞാനെന്താ വാട്ടർ അതോറിറ്റിയിലാണ് വർക്ക് ചെയ്യണേ, അപ്പോൾ നിങ്ങളെ വെള്ളം കഴിഞ്ഞാൽ നിങ്ങൾ പോയി മോട്ടറിട്ട് വെള്ളമടി പറയും. അപ്പോൾ എന്നാ വേണ്ട, ഞാൻ തൽക്കാലം പുറത്തുനിന്ന് കുളിക്കാം, അവിടെ ഒരു കിണറുണ്ട്, അപ്പോൾ കിണറിനവിടെ കോരി കുളിക്കാമെന്ന് പറയും. സനോർ ബക്കറ്റായിട്ട് പോകുമ്പോൾ ഒരാൾ 4:30 തുടങ്ങിയിട്ടുണ്ടാവും, സോപ്പൊക്കെ തേച്ച് ലാലാ ലാലാ പാടിയിട്ട് പാട്ട്, പിന്നെ അവിടെ കിടന്ന് തല്ലാണ് 2 ആളും കൂടിയിട്ട്. ഇത് ഞാൻ ഒളിഞ്ഞെന്നാ ഇല്ല അത് കഴിയുന്നില്ല. ഞാൻ ഒളിഞ്ഞു കണ്ടിട്ടേ ഉള്ളൂ. ഞാനെന്താ ഞാൻ ഇത് പറഞ്ഞാലും അല്ലല്ല അങ്ങനെയല്ല. ഞാൻ ഒളിഞ്ഞു നോക്കിയെന്നല്ല. ഇതെന്താ വെച്ചാൽ സനോർ വെള്ളമില്ലാന്ന് വിളിച്ച് പറയുമല്ലോ. അപ്പോൾ ഇനി പോട്ടെ, ഇനി വെള്ളം ഇല്ലാണ്ട് ഇവർ ലൊക്കേഷനിൽ എത്താൻ ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം എത്തിയില്ല പറഞ്ഞ് ചീത്ത ഞാൻ കേൾക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനിത് ആദ്യം പോയിട്ട് തന്നെ മോട്ടർ ഇട്ടേക്കാന്ന് വിചാരിച്ച് ഞാൻ ചെല്ലും. അപ്പോഴാണ് കാണുന്നത് ഒരു വലിയ മസിൽമാനും വേറൊന്നും കൂടി നിന്നിട്ട് രാവിലെ തന്നെ ആ ബക്കറ്റിൽ പിടിച്ച വെള്ളം എന്റെയാ, അതും കിട്ടാ, ഞാൻ കുളിക്കട്ടെ, അതും കിടയാ. ആ നാട്ടുകാർ മൊത്തം നീക്കും. ഇത് കയ്യിൽ നിട്ടതാ. സത്യവാ, ഞാൻ കൈ നിട്ടതാണോ? അല്ലല്ല, ഞാൻ ഈവൻ വെള്ളം ഇതില് എനിക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇപ്പം നമ്മളെങ്ങനെ കൂടിയിരിക്കുന്നതിന് ആദ്യം വന്ന നമ്മുടെ നിരഞ്ജൻ ഭായി ആണ്. ഇതാണ് സത്യം. കാരണം ഞങ്ങളൊക്കെ ചിലപ്പം നൈറ്റ് ഷൂട്ട് കഴിഞ്ഞ് ഇനിയിപ്പം എന്താ പറയുക, കുറേ ചിലപ്പോൾ 3 മണിക്കൊക്കെ ആയിരിക്കും എന്താ പറയുക, ഞങ്ങളവിടെ വരുമ്പോൾ അല്ല അതന്നെ ഞാൻ ചിലപ്പോൾ വീട്ടിലൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് കോഴിക്കോടൊക്കെ വീട്ടിൽ ഡ്രസ്സ് എടുത്ത് വരുന്ന സമയത്തായിരിക്കും ഏകദേശം 5 മണിക്ക് ആയിട്ട് 4 മണിയാകുമ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോകുമ്പോൾ ഒരാൾ കുളിക്കാൻ വേണ്ടി വരുന്നു.